പുതുവർഷ ദിനത്തിൽ അമേരിക്കയെ ഞെട്ടിച്ച ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 16 ഉയർന്നുവെന്ന് മധു കൊട്ടാരക്കര റിപ്പോർട്ട് ചെയ്യുന്നു. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് മുന്നിലും സ്ഫോടനമുണ്ടായി. രണ്ട് സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നു. മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, ശരിക്കും ഈ ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലിന് മുന്നിൽ അപകടം ഉണ്ടായെങ്കിൽ നേരിയൊരു താമരനൂൽ ബന്ധമുണ്ടോ? സംശയിക്കാൻ ന്യായമുണ്ട്. ഗുഡ് മോർണിംഗ് എസ്കേൻ. അത്തരം സംശയമാണ് ഇപ്പോൾ വെച്ച് പുലർത്തുന്നത്. തന്നെയുമല്ല, ഡൊണാൾഡ് ട്രംപിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയതിന് ശേഷം തന്നെ പല പ്രാവശ്യം ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായതുമായിട്ട് ഇത് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. തന്നെയുമല്ല, ന്യൂ ഓർലിയൻസിലെ ഈ പുതുവത്സര ആഘോഷത്തിലെ ഉപയോഗിച്ച ട്രക്കും അതുപോലെ ഈ സൈബർ ട്രക്കും ഒരേ റെന്റൽ പ്ലേസിൽ നിന്നാണ് ഈ രണ്ട് ട്രക്കുകളും വാടകയ്ക്ക് എടുത്തത്. ന്യൂ ഓർലിയൻസിൽ പുലർച്ചെ 3:15 പുതുവർഷ ആഘോഷ സ്ഥലത്തേക്ക് ട്രക്ക് ഓടിച്ച് കയറ്റി. ഇപ്പോൾ ഏതാണ്ട് 16ഓളം പേർ മരിച്ചു എന്നുള്ള സ്ഥിരീകരിച്ച വാർത്തയാണ് വരുന്നത്. 32 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നേരത്തെ ഇതൊരു കുടിയേറ്റക്കാരനാണെന്ന് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നെങ്കിലും പിന്നീട് അമേരിക്കയിൽ ജനിച്ച അമേരിക്കൻ പൗരത്വമുള്ള ഒരാളായിരുന്നു ഷംസുദ്ദീൻ ജബ്ബാർ. 42 വയസ്സായിരുന്നു. അമേരിക്കൻ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അഫ്ഗാനിലായിരുന്നു ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നത്. IS-ൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് താൻ ഇത് ചെയ്യുന്നതെന്നാണ് ഇതിനു മുമ്പ് ഇദ്ദേഹം എടുത്ത നിരവധി വീഡിയോകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. തന്നെയുമല്ല, ഈ അഫ്ഗാനിലെ യുദ്ധം അദ്ദേഹത്തിന്റെ പിന്നീട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുവാൻ പറ്റാത്ത രീതിയിൽ ആയിരുന്നുവെന്ന് നേരത്തെ ഒരു കോളേജ് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ഇദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. US പ്രസിഡന്റിന്റെ അവധിക്കാല വസതിയായ ക്യാമ്പ് ഡേവിഡിലാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തെ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു ജോ ബൈഡൻ. IS-ന് ഇപ്പോഴും താല്പര്യമുള്ള വ്യക്തികൾ അമേരിക്കയിൽ ഉണ്ടെന്നുള്ള സൂചനകളാണ് ഇത് നൽകുന്നതെന്നാണ് ജോ ബൈഡൻ പറയുന്നത്. എന്നാൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. ലാസ് വേഗസിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന്റെ മുന്നിലാണ് ഇന്ന് രാവിലെ ഈ സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിക്കുക. ട്രക്കിനുള്ളിൽ ഉണ്ടായിരുന്ന ആളാണ് മരിച്ചത്. ട്രക്കിനുള്ളിൽ നിന്ന് പടക്കങ്ങളും അതുപോലെ സ്ഫോടക വസ്തുക്കളും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്.